നമസ്തേ, ജ്യോതിഷജാലകം ചാനലിലേക്ക് സ്വാഗതം. കുടുംബത്തിൽ സൗഭാഗ്യം നൽകുന്ന 10 നക്ഷത്രങ്ങൾ. ചില പ്രത്യേക നക്ഷത്രക്കാർ വീട്ടിലുള്ളത് ഭാഗ്യം കൊണ്ടുവരും എന്നാണ് ജ്യോതിഷശാസ്ത്രം പറയുന്നത്. സൗഭാഗ്യം, സർവൈശ്വര്യം എന്നിവയൊക്കെ നൽകുന്ന 10 ഭാഗ്യ നക്ഷത്രങ്ങൾ. ചില പ്രത്യേക നക്ഷത്രക്കാർ വീടുകളിൽ ഉണ്ടെങ്കിൽ, അതായത് ഭാര്യയായോ മക്കളായോ ഉണ്ടെങ്കിൽ കുടുംബത്തിന്, കുടുംബനാഥന് സർവ്വഭാഗ്യങ്ങളും ഉണ്ടാകും. ഇത് ഈ നാളുകാരുടെ പൊതുഫലമാണ്. ഇത്തരം ഭാഗ്യങ്ങൾ ലഭിക്കാൻ ക്ഷേത്ര ദർശനം പ്രധാനമാണ്. കുടുംബനാഥൻ സാഷ്ടാംഗ പ്രണാമം നടത്തണം. സ്ത്രീകൾക്ക് ഇത് സാധ്യമല്ല. കുടുംബത്തിനൊപ്പം പോയി വഴിപാടുകൾ നടത്തുന്നതും ഈ ഗുണം കൂടുതൽ വർദ്ധിക്കാൻ സഹായിക്കുന്നു. മകയിരം ആദ്യ നക്ഷത്രമാണ്. ഈ നാളിലെ കുടുംബിനിയോ മക്കളോ ഉണ്ടെങ്കിൽ സർവൈശ്വര്യം ഫലമാണ്. മക്കളെന്ന് പറഞ്ഞാൽ ആൺകുട്ടികളോ പെൺകുട്ടികളോ ആകാം. ഈ കുടുംബത്തിലെ നാഥന് ഈ വർഷം അഭിവൃദ്ധിയുടെ കാലമാണ്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ അല്പം താഴെയാണെങ്കിലും സാമ്പത്തികമായും മറ്റും പിന്നീടുള്ള മാസങ്ങളിൽ ഉയർന്നു നിൽക്കും. അടുത്തതായി വരുന്ന നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. ഇവരുടെ കുടുംബത്തിൽ മക്കൾക്ക് കാര്യമായ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകും. ഇതുവരെ ഈ നാളുകാർക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകൾ മാറും. സാമ്പത്തികം, തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയെല്ലാം നന്നായി വരും. പൂയം അടുത്ത നക്ഷത്രമാണ്. ഭാര്യ ഈ നക്ഷത്രമെങ്കിൽ കുടുംബനാഥന് ഉയർച്ചയുണ്ടാകും. സ്വദേശത്ത് നിന്നോ വിദേശത്തു നിന്നോ അംഗീകാരം തേടിവരും. നറുക്കെടുപ്പുകളിൽ വൻ തുക ലഭിക്കാം. പൂർവിക സ്വത്ത് ലഭിക്കാം. കുട്ടികൾക്ക് ഈ നാളെങ്കിലും ഗുണം കുടുംബനാഥനുണ്ടാകാം. വാഹന ഗൃഹഭാഗ്യങ്ങൾ പറയുന്നു. ജോലിയിലെ തടസ്സങ്ങൾ മാറാം. ഇഷ്ടപ്പെട്ട ഇടത്തേക്ക് ജോലി മാറ്റം വരാം. ആയില്യമാണ് അടുത്ത നക്ഷത്രം. ഈ നാളുകാരെങ്കിൽ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, കലഹങ്ങൾ എന്നിവ മാറും. അയൽവക്കക്കാരുമായുള്ള പ്രശ്നങ്ങൾ മാറും. ഈ വർഷം ഈ കുടുംബം നല്ല സാമ്പത്തിക ശേഷി കൈവരിക്കും. കുടുംബത്തിലുണ്ടായിരുന്ന കഷ്ടകാലം മാറി സ്വസ്ഥതയും അഭിവൃദ്ധിയും ഫലമായി പറയാം. എല്ലാ രീതിയിലും കുടുംബത്തിന് ഉയർച്ചയുണ്ടാകും. അത്തം നക്ഷത്രക്കാർ കുടുംബത്തിലെങ്കിൽ സർവ്വവിധ ആകുലതകളും ഒഴിഞ്ഞു പോകുന്ന സമയമാണിത്. കിട്ടില്ലെന്ന് കരുതിയ പണം തിരികെ ലഭിക്കും. കുടുംബത്തിൽ ശുഭകരമായ കാര്യങ്ങളുണ്ടാകും. മക്കളുടെ വിവാഹം പോലുള്ളവ നടക്കും. അതായത് മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കാം. വിവാഹം മാത്രമല്ല, ഏത് മംഗളകർമ്മമാണെങ്കിലും നടക്കാം. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ മെച്ചപ്പെടും. പല പ്രശ്നങ്ങളും ഒഴിവാകും. കുടുംബത്തിൻ്റെ അവസ്ഥ നന്നാകും. അനിഴമാണ് അടുത്തത്. കുടുംബത്തിൽ ഉയർച്ചയ്ക്ക് നിദാനമാകുന്ന നക്ഷത്രമാണിത്. ഈ നക്ഷത്ര ജാതയായ സ്ത്രീ കുടുംബത്തിലെങ്കിൽ അവരുടെ മനസ്സ് വിഷമിക്കരുത്. ഇങ്ങനെ സംഭവിച്ചാൽ കുടുംബത്തിൽ ദോഷമുണ്ടാകും. ഇവർ ചിന്തിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ നടന്നാൽ അഭിവൃദ്ധിയും ഉണ്ടാകും. കുട്ടികളാണെങ്കിലും ഇതുതന്നെ. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഈ നക്ഷത്രക്കാർ എടുക്കുന്ന തീരുമാനങ്ങളാൽ നല്ലതുണ്ടാകും. കുടുംബത്തിൽ പുതിയ അംഗം വരും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർ കാരണം പാതി വഴിയിൽ നിന്നിരുന്ന ഗൃഹനിർമ്മാണം പൂർത്തിയാകും. പുതിയ വസ്തുവകകൾ വാങ്ങാൻ സാധിക്കും. അസുഖങ്ങൾ മാറും. സമൂഹത്തിൽ മേൽക്കൈ ലഭിക്കും. ഇത് ജോലിസ്ഥലത്തും ലഭിക്കും. പുതിയ സംരംഭങ്ങൾക്ക് നല്ല സമയമാണ്. സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും. കുടുംബത്തിന് ഉയർച്ചയ്ക്ക് കാരണമായി വരുന്ന അടുത്ത നക്ഷത്രം തിരുവോണമാണ്. കുടുംബജീവിതത്തിൽ നല്ലതുണ്ടാകും. ഒരിക്കലും തോൽക്കാത്ത മനക്കരുത്തുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. സ്വന്തം കുടുംബത്തിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കുടുംബം തകരാതെ നോക്കുന്നവരാണ് ഈ നാളുകാർ. ഈ വർഷം ഈ നാളുകാർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ തീരും. കുടുംബത്തിൽ ഇവരുണ്ടെങ്കിൽ കുടുംബാംഗങ്ങൾ ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കും. വിവാഹാലോചനകൾ നടന്നു കിട്ടും. അടുത്തതായി കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായി വരുന്നത് അവിട്ടം നക്ഷത്രമാണ്. നേരത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചവരാകും. വീടുപണി ആരംഭിക്കാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് ഈ വർഷം വീട് എന്ന സൗഭാഗ്യം ലഭിക്കും. കടബാധ്യതകൾ തീർന്നു കിട്ടും. വിദ്യാഭ്യാസം, വിദേശ പര്യടനം എന്നിവയെല്ലാം മനസ്സിൽ കരുതിയ പോലെ ലഭിക്കും. അടുത്തത് ചതയം നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൽ ഉള്ളവർ വീട്ടിലുണ്ടെങ്കിൽ ശത്രുദോഷങ്ങൾ തീരും. നിങ്ങൾക്കെതിരെ കർമ്മങ്ങൾ ചെയ്തവർക്ക് അവർക്ക് തന്നെ തിരിച്ചടിയായി വരുന്നു. അവർ ചെയ്തത് അവരായി അനുഭവിക്കും എന്ന് പറയാം. കുടുംബത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളെങ്കിൽ പരിപൂർണ പരിഹാരമുണ്ടാകും. ഇവിടെ കാരകസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളാണ് കാരണമായി വരുന്നത്. സാമ്പത്തികം, തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയെല്ലാം നന്നായി വരും.